ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്മസ് ട്രീ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. നമ്മൾ എല്ലാ വർഷവും റയൻ ജനിച്ചതിന് ശേഷം എല്ലാ വർഷവും തന്നെ ട്രീ കട്ടിങ്ങിന് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂജേഴ്സിയിലുള്ള എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു ഫാമിലായിട്ടാണ് പോകുന്നത്. ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഒരു 30 സ്റ്റോറേജ് ബിൽഡിംഗ് ആണ് കേട്ടോ. ഒരു 30 നിലയുള്ള അപ്പാർട്ട്മെൻറ്റ് ബിൽഡിംഗ് പോലാണ് തോന്നുന്നത്. അതായത് ഇതിൻ്റെ അടിയിലൂടെയാണ് നമ്മുടെ ന്യൂജേഴ്സി ഹൈവേ പോകുന്നത്. ഇതിന് മേളിൽ താമസിക്കുന്നവരും ഇതിന് താഴെ ഡ്രൈവ് ചെയ്യുന്നവരും വിശ്വാസം സമ്മതിക്കണമല്ലേ. ആണ് നമ്മുടെ എവർഗ്രീൻ ഫാം. ഒരു 3 വർഷമായിട്ട് നമ്മൾ ഈ ഒരു ഫാമിൽ നിന്ന് തന്നെയാണ് കേട്ടോ ട്രീ കട്ടിങ് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഇവിടെ വരുമ്പോൾ ഒത്തിരി അധികം ട്രീസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓരോ സോണായിട്ട് എംപ്റ്റി ആകുന്നത് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ അവർ പുതിയ പുതിയ സോൺസ് നമുക്ക് തുറന്നു തരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടുത്തെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. ഓരോ സോണിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈൻ ട്രീസ് ആണ് ഉള്ളത് തോന്നുന്നു. അപ്പോൾ ഇനി നമുക്ക് ട്രീ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ടാസ്ക്. No, there is a shortcut. People are walking around that way. You sure? Yeah. Actually, we need to get in here, this way. അങ്ങനെ കുറച്ചൊക്കെ നടന്നു ചെന്നപ്പോഴാണ് നമ്മൾ ഈ സ്റ്റോറിയിലൊക്കെ വായിക്കുകയും നമ്മുടെ മനസ്സിലുള്ള ഒരു ഇമാജിനറി സാന്റയുടെ ഫേസില്ലേ, ആ സാന്റയുടെ ഫേസിനോട് ഏറ്റവും അധികം സിമിലർ ആയിട്ട് തോന്നുന്ന ഒരു സാന്റ ഈ ഒരു ഫാമിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ സാന്റയുടെ കൂടെ നിന്ന് പിക്ചറൊക്കെ എടുത്തു. റയനൊക്കെ ആണെങ്കിൽ ക്യാൻഡിയൊക്കെ കൊടുത്തു. ഇറ്റ് വാസ് സോ മച്ച് ഫൺ ആൻഡ് ഐ വുഡ് സേ സാന്റ ഫ്രം നോവെയർ അല്ലേ. That one is not open. But the type of different type of. So see the leaves? Yeah, slight. See that? Which one is the side? Oops, Ryan, careful. No. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പൈൻ ട്രീസിൻ്റെ നടുവിലാണ് കേട്ടോ. ഇനിയുള്ള ടാസ്ക് എന്താണെന്നറിയാലോ. ഇതിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ട്രീ കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒരു വലിയ ടാസ്ക്കാണ് മുന്നിൽ നിൽക്കുന്നത്. കാണുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിലും അത്ര ഈസി അല്ല കേട്ടോ. കുറച്ചധികം വേർക്കേണ്ടി വരും ആ ഒരു ട്രീ കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് അതിൻ്റെ വിഡ്ത്ത് അതുപോലെ തന്നെ ലെങ്ത് ഒക്കെയാണ്. പിന്നെ ഏത് ടൈപ്സ് ഓഫ് പൈൻ ട്രീ ആണ് എന്ന് നോക്കും കേട്ടോ. അതിൻ്റെ സ്മെല്ലും പിന്നെ ലീവ്സൊക്കെ വെച്ചിട്ടാണ് അത് കണ്ടുപിടിക്കുന്നത്. നമ്മൾ കയ്യിലിട്ടത് നന്നായിട്ട് റബ്ബ് ചെയ്യുമ്പോൾ ഈ ഒരു പൈൻ ട്രീക്ക് എന്ന് പറയുന്നത് ഒരു ഓറഞ്ച് കൈൻഡ് ഓഫ് സ്മെല്ലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ കൊണ്ടുപോയി വയ്ക്കുമ്പോൾ നന്നായിട്ട് വീട് മുഴുവനും ആ ഒരു സ്മെല്ല് സ്പ്രെഡാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു വീടിനുള്ളിലേക്ക് കയറുമ്പോൾ നല്ലൊരു ഫീല് തോന്നും കേട്ടോ. അതാണ് ഒരു ക്രിസ്മസ് ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ വർഷവും നമ്മൾ ഈ ഒരു ട്രീ കട്ടിങ് ചെയ്യാറുള്ളത്. പിന്നെ ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എ ട്രഡീഷൻ ഫോർ ദ കിഡ്സ് ഓൾസോ. ദേ ക്യാൻ ക്യാരി ഓവർ ഇഫ് ദേ വാണ്ട് ടു. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഈ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യുന്നത് എവറി ഇയറിൽ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ട്രീ കാണാം. What did you say? Ready? Set. No, for Mama. Yeah, I like that one. Sorry. Ryan's tree. ഫൈനലി നമ്മൾ നമ്മുടെ ട്രീ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഇനിയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടുപിടിച്ച് അവരാണ് ഇത് നമുക്ക് കട്ട് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. അവർ നമുക്കൊരു ടോക്കൺ തരും. അതുകൊണ്ട് കൗണ്ടറിൽ പോയി പേ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ട്രീ റിസീവ് ചെയ്യാവുന്നതാണ്. അവരവിടെ ടൈ ഒക്കെ ചെയ്ത് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടാവും നമ്മുടെ ട്രീയെ. ഇനി ഈ ഇങ്ങനെ ജോലി ഫാമുകളിൽ ആളില്ലാത്തടത്താണെങ്കിൽ നമ്മൾ തന്നെയായിരിക്കും ഇത് കട്ട് ചെയ്യേണ്ടതും ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയ ഒരു സൈസിലുള്ള ട്രീ കണ്ടുപിടിക്കുന്നതായിരിക്കും നല്ലത്. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് കേട്ടോ.
നമ്മൾ തിരിച്ചു വന്നപ്പോഴേക്കും സാന്റ ഓൾറെഡി നോർത്ത് പോളിലോട്ട് പോയിട്ടുണ്ടായിട്ടോ. പിന്നെ ഒട്ടും വൈകിയില്ല, നമ്മൾ പിക്ക് ചെയ്ത ക്രിസ്മസ് ട്രീയും ആയിട്ട് നമ്മുടെ കോമറ്റിന് മുകളിലായി സെറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ആ ഒരു അടിപൊളി ടാൻഡലൈസിങ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് മൂക്കിനുള്ളിലേക്ക് കയറിയത്. എന്താണെന്നല്ലേ, നമ്മുടെ ഈ ഒരു സ്നോ ഉള്ള സമയത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ ഹോട്ട് ചോക്ലേറ്റും. അതിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്നതാണ് ഒരു നല്ല ചൂടുള്ള ഹോട്ട് ഡോഗും. അപ്പോൾ അതും മേടിച്ച് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ സാന്റക്ലോസ് വില്ലേജായ ന്യൂയോർക്കിലേക്ക് നമ്മുടെ കോമറ്റിനെ പറത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീട് പിടിക്കാം. Cut it. Yeah, like that. Now, yeah. Yes, good job. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് ട്രീ കട്ടിംഗ് ട്രഡീഷൻ്റെ പിന്നിലുള്ള നമ്മുടേതായ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രീയുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.